ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ബന്ദികൾ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ ഏകദേശം 400-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഈ മേഖലയാണ് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത്. 52ഓളം ബന്ദികളാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് എന്ന് പറയപ്പെടുന്നു. ചില റിപ്പോർട്ടുകളിൽ 36 എണ്ണം അങ്ങനെയും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏതായിരുന്നാലും ബന്ദികൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ സാധിക്കാത്ത വിധം ശക്തമായിരിക്കുന്ന ആക്രമണം പാതിരാത്രി കഴിഞ്ഞാണ് ഉണ്ടായത്. ഉറങ്ങിക്കിടക്കുന്ന ഈ ഫലസ്തീനികൾക്ക് നേരെയാണ് ഈ മിസൈൽ വർഷവും ബോംബ് സ്ഫോടനം നടത്തിയത്. നിരോധിക്കപ്പെട്ട ബോംബുകളൊക്കെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പൈലറ്റുമാരാണോ ഈ വിമാനം പറത്തിയത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇറാനിൽ നിന്ന് ചില മീഡിയകൾ അഭിപ്രായപ്പെട്ടു. പത്ര റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്. രണ്ടിന്റെയും സ്വഭാവം ഒന്നാണ്. ഈ ഫലസ്തീനിൽ ആക്രമണം നടക്കുന്നതിന്റെ ബോംബ് സ്ഫോടനം നടത്തുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് യമനിൽ സമാനമായിരിക്കുന്ന സ്ഫോടനം നടത്തുന്നത്. അത് ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ ഉയർന്നു പോകുന്നത്. 52ഓളം ആളുകൾ മരണപ്പെട്ടു. മരണസംഖ്യ പിന്നെയും ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഈ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞോടുകൂടിയാണ് സമാനമായ രീതിയിലുള്ള ആക്രമണം ഈ ഭാഗത്തുണ്ടാകുന്നത്. 2 ഭാഗങ്ങളിൽ മരണപ്പെട്ടത് ഏറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ്. നിരവധി